ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ വീട് പണിതിട്ട് 5 വർഷമാവുന്നുണ്ട്. 5 വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ ഈ വീട് പണിതത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഗാർഡനും ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അനുസരിച്ചാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഈ പ്രോപ്പർട്ടിക്കുള്ളിൽ കുറച്ച് മരങ്ങളുണ്ടായിരുന്നു കേട്ടോ. തെങ്ങ്, മാവ് അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അത് വീട് വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അത് മുറിച്ച് കളയേണ്ടി വന്നു. അപ്പം ബാക്കി എല്ലാ മരങ്ങളും ഞങ്ങൾ വെച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ. ഇത് ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ ഫസ്റ്റ് ഒരു സിറ്റ് ഔട്ടാണുള്ളത്. അതിന് നേരെ ചെല്ലുന്ന സ്ഥലത്ത് ഹോളാണ്. ഹോള് കഴിഞ്ഞ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഡൈനിങ് ഹോളാണ്. ഡൈനിങ് ഹോൾ കഴിഞ്ഞിട്ട് കിച്ചണാണ് കേട്ടോ. ഒരു ഓപ്പൺ കിച്ചണാണ്. അത് കഴിഞ്ഞിട്ട് ഒരു വർക്ക് ഏരിയയും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു സൈഡിലായിട്ട് നമുക്ക് വാഷ് ഏരിയ ഉണ്ട്. ജിപ്സം ബോർഡിൽ നമ്മൾ സീലിംഗ് എല്ലാം ചെയ്തിട്ട് ഡബിൾ ഹൈറ്റിൽ ഞങ്ങൾ ഫർഗോള ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 16 ഹോളുകളുള്ള ഫർഗോളയാണ് ചെയ്തിരിക്കുന്നത്. അത് ലൈറ്റ് നമുക്ക് ഡയറക്റ്റ് വീടിൻ്റെ ഉള്ളിലേക്ക് കിട്ടും. പകൽ സമയത്ത് നമുക്ക് ലൈറ്റ് ഇടേണ്ട ആവശ്യമേ വരുന്നില്ല കേട്ടോ. അതുള്ളത് കൊണ്ട് തന്നെ നല്ല പ്രകാശമാണ് വീടിൻ്റെ ഉള്ളിൽ കിട്ടുന്നത്. അത് ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു സൺലൈറ്റ് നമുക്ക് അകത്ത് കിട്ടണമെന്നുള്ളത് കേട്ടോ. ഭയങ്കര TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മെറ്റീരിയൽസ് ഒക്കെ എടുത്തു കൊടുത്ത് അങ്ങനെയാണ് ചെയ്യിപ്പിച്ചത്. അത് സ്റ്റെയറിന് തൊട്ട് താഴെയായിട്ടുള്ള സ്പേസിൽ ഞങ്ങൾ ആട്ടുതൊട്ടിലും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ സ്പേസും വെറുതെ പാഴാക്കി കളഞ്ഞില്ല കേട്ടോ. അത് കഴിഞ്ഞ് നേരെ പോകുന്നത് ശിഖയുടെ റൂമിലേക്കാണ് കേട്ടോ. ശിഖക്കുട്ടിയുടെ റൂം പിന്നെ ആളിന് ഇഷ്ടപ്പെട്ട രീതിയിൽ കളറൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടെ മാത്രമാണ് മറ്റൊരു കളർ ചേർത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ വൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് ആണ് ഞങ്ങൾക്ക് ഇഷ്ടവും. ഞങ്ങളുടെ ഡോറിനും ഞങ്ങളൊരു ലൈറ്റ് ഗ്രീൻ കളറാണ് കൊടുക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. താഴത്തെ ഫ്ലോറിലുള്ള 2ാമത്തെ ബെഡ്റൂം ആണ് കേട്ടോ. അത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഗ്രേ കളർ തീമിലാണ്. ബ്ലൈൻഡ്സും അതുപോലെ തന്നെ റൂഫും ഒക്കെ ഗ്രേ കളറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ റൂമിനകത്തുള്ള ടൈലും നമ്മൾ കുറച്ച് വ്യത്യസ്തമായിട്ട് ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് മറ്റൊരു കളറാണ് എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് അവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇനി സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുമ്പോൾ അവിടെ 3 ബെഡ്റൂമാണ് ഉള്ളത് കേട്ടോ. 3 ബെഡ്റൂം, അതുപോലെ തന്നെ ഒരു ഹോളും, അതുപോലെ തന്നെ ഉള്ളത് സിറ്റ് ഔട്ടും ഒരു ബാൽക്കണിയും, അതുപോലെ വാഷിംഗ് മെഷീൻ വെക്കുന്നത് ഞാൻ മുകളിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സ്പേസ് കൂടി അവിടെ ഉണ്ട്. ഈ വീഡിയോയിലൂടെ ഞാൻ വീടിന്റെ മുഴുവൻ ഭാഗവും കാണിച്ചിട്ടില്ല കേട്ടോ.